ഹായ് എവരിബഡി, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയിൽ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയിൽ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് യൂസ് ചെയ്ത് ട്രേഡ് എടുക്കുന്ന ഒരു രീതി ഡിസ്കസ് ചെയ്തിരുന്നു. സോ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക, വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, തീർച്ചയായിട്ടും കാണുക. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയിൽ എങ്ങനെയാണ് ആ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് യൂസ് ചെയ്ത് ട്രേഡ് എടുക്കേണ്ടത് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഈ ഒരു വീഡിയോ കാണിക്കുന്ന ഈ ഒരു സെറ്റിങ്സ് നിഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ്. വേറെ ഏതെങ്കിലും ഇൻഡെക്സ് ആൻഡ് സ്റ്റോക്സിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യരുത്. പർട്ടിക്കുലർലി നിഫ്റ്റിക്ക് വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു സെറ്റിങ്സ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലത്തെ കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കഴിയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇതിൻ്റെ ടൈം ഫ്രെയിം, അതായത് നിഫ്റ്റി യൂസ് ചെയ്യേണ്ട ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ്. ഈ ഒരു സെറ്റിങ്സിൽ നമ്മൾ 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലാണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ ഫിബൊനാച്ചിയുടെ സെറ്റിങ്സ് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ ഫിബൊനാച്ചി ഡ്രോ ചെയ്യാം. ഇപ്പോൾ കിടക്കുന്നതിൻ്റെ ബൈ ഡിഫോൾട്ട്ലി ഉള്ള ഒരു സെറ്റിങ്സ് ആണ്. സോ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് കുറച്ചൊന്ന് മാറ്റണം. സോ നമുക്ക് ഈ 0 എന്ന് പറഞ്ഞ വാല്യൂ വേണ്ട. ദെൻ 2 എന്ന് പറഞ്ഞ വാല്യൂ നമുക്കിവിടെ ആഡ് ചെയ്യാം. അതേപോലെ ഈ ഒരു ഏരിയയിൽ നമുക്ക് 0.44 എന്ന് പറഞ്ഞ വാല്യൂ ആഡ് ചെയ്യാം. അതേപോലെ 0.05 നമുക്ക് ആവശ്യമില്ല. 0.618 നമുക്ക് ആവശ്യമില്ല. ദെൻ നമ്മൾ ആഡ് ചെയ്യുന്നത് 0.77 എന്ന് പറഞ്ഞൊരു ഫിഗറാണ്. ദെൻ 1 നമ്മൾ അങ്ങനെ തന്നെ അൺചേഞ്ച് ചെയ്യാണ്ട് അവിടെ ഇടുന്നു. ദെൻ ലാസ്റ്റ് 1.22 ആണ് നമുക്കിവിടെ യൂസ് ചെയ്യുന്നത്. സോ ബാക്കിയെല്ലാം നമ്മൾ അൺടിക്ക് ചെയ്യുക. ഓക്കെ, സോ 0.22, 0.44, 0.77, 1 ആൻഡ് 1.22. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫിബൊനാച്ചി സെറ്റിങ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ഫിബൊനാച്ചിയുടെ ഒരു ഡയഗ്രാം വരുന്നത്. സോ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ SL, 0.22 ആയിരിക്കും നമ്മുടെ SL. അതേപോലെ 0.44 ഈ ഒരു ഏരിയ ആയിരിക്കും നമ്മുടെ എൻട്രി. സോ ഇത് നമ്മുടെ ടാർഗറ്റ് 1, ടാർഗറ്റ് 2 ആൻഡ് ഇവിടെ ടാർഗറ്റ് 3. ഓക്കെ, സോ ഇത് നമ്മൾ ബൈയിങ്ങിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സെല്ലിങ് ചെയ്യാനായിട്ട് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് ഉപയോഗിച്ച് ചെയ്യരുത്. നമ്മളിത് ബൈയിങ്ങിന് വേണ്ടി മാത്രമാണ് ഈ ഒരു സെറ്റിങ്സ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് മിനിമം 80 പോയിൻറ്റ്സിൻ്റെ ഫോൾ ഉണ്ടാവണം. ഓക്കെ, സോ നിഫ്റ്റിയിൽ 80 പോയിൻറ്റ്സിൻ്റെ മിനിമം ഫോൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇതിൻ്റെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കത്തുള്ളൂ ഈ ഒരു സെറ്റിങ്സ് വെച്ച്. സോ അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇൻട്രാഡേ ബേസിസിൽ വേണം നോക്കാനായിട്ട്. ഇൻട്രാഡേയിൽ 80 പോയിൻറ്റ്സ് ഫോൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി നോക്കാൻ പാടുള്ളൂ. അതല്ല തലേ ദിവസം, ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് തലേ ദിവസമാണ്. തലേ ദിവസത്ത് നിന്ന് ഈ ഇന്നത്തെ ഓപ്പണിംഗ് വരെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 135 പോയിൻറ്റിൻ്റെ ഫോളുണ്ട്. സോ അത് നമ്മൾ നോക്കാൻ പാടില്ല. ഇൻട്രാഡേ ബേസിസിൽ 80 പോയിൻറ്റ്സ് ഫോൾ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 94 പോയിൻറ്റ്സ് ഫോൾ കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ കണക്കാക്കണം. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ഈ ഒരു സെറ്റിങ്സ് നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എങ്ങനെയാണ് വർക്ക് ചെയ്ത് എന്ന് നോക്കാം. ഓക്കെ, സോ എത്ര ട്രേഡ് നമുക്ക് ചെയ്യാൻ പറ്റി, എത്ര സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, അതേപോലെ ടാർഗറ്റ് എത്ര കിട്ടി എന്നെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ. സോ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റണ്ണിങ് ആണ്. കറണ്ട് മാർക്കറ്റിൽ നമ്മളിപ്പോൾ നോക്കുന്നില്ല. നോക്കുകയാണെങ്കിൽ പോലും ഇവിടുന്ന് നമുക്കൊരു ഫോൾ കിട്ടിയിട്ടുണ്ട്, 70 ഓൾമോസ്റ്റ് 80 പോയിൻറ്റ്സ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. സോ 24-ാം തീയതി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 80 പോയിൻ്റ് ഫോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ബട്ട് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സോ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ എൻട്രി കിട്ടിയിട്ടില്ല. സോ ഈ ഒരു 80 പോയിൻ്റ് ഫോൾ വന്നു. ദെൻ അഗൈൻ ഗ്രാഫ് ഇവിടെ ബിൽഡ് ചെയ്തു, ഈ ഒരു ലെവലിൽ ബിൽഡ് ചെയ്തു. ദെൻ ഈ ഒരു പോർഷനെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ബട്ട് ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയില്ല. അതിക്ക് മുമ്പേ മാർക്കറ്റ് താഴേക്ക് പോയി. ഓക്കെ, സോ ഈ ഒരു ദിവസം നമ്മൾക്ക് നോ ട്രേഡാണ്. സോ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം, നോ ട്രേഡ്. സോ പിന്നീട് പുറകോട്ട് വരികയാണ്. ഇവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇവിടെ 80 പോയിൻറ്റ്സ് ഇവിടെ ഉണ്ടാവും. 80 പോയിൻറ്റ്സ്
65 മാക്സിമം 70 പോയിൻറ്റ്സ് ഉള്ളൂ. സോ അവിടെ നമുക്ക് നോ ട്രേഡാണ്. കോപ്പി ചെയ്തേക്കാം. സോ ഇവിടെ നമുക്ക് നോ ട്രേഡാണ് 19-ാം തീയതി. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 124 പോയിൻറ്റ്സിൻ്റെ ഫോൾ ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് ബ്രേക്കൗട്ട് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ട്രേഡ് എടുക്കാം. സോ നമ്മുടെ T1 നമുക്ക് അച്ചീവായി, T2 അച്ചീവായി, T3 അച്ചീവായി. വാവ്, നമ്മൾ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. 3.25 ആയപ്പോഴേക്കും T3 അച്ചീവായി. സോ ഇതിൻ്റെ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ SL എന്ന് പറയുമ്പോൾ 28 പോയിൻ്റാണ് SL. T1 40 പോയിൻ്റ് അടുത്ത് 66, 94. സോ ഓൾമോസ്റ്റ് 1:4 നമുക്കിവിടെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ ഓൾമോസ്റ്റ് 1:4. സോ ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് 1:4 ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. സോ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ ഫോൾ അതേ 18-ാം തീയതി 81 പോയിൻറ്റിൻ്റെ ഫോൾ ഉണ്ട്. സോ ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കാം. സോ ഇവിടെ നമുക്കൊരു ക്ലോസ് കിട്ടിയിട്ടില്ല, ജസ്റ്റ് ഒരു വിക്ക് മാത്രമാണ് വന്നിട്ടുള്ളൂ. സോ അവിടെ നമുക്ക് പിന്നീട് മാർക്കറ്റ് താഴേക്കാണ് പോയത്. സോ ഇവിടെ നമ്മൾ നോ ട്രേഡ് കൊടുക്കുന്നു. സോ 17-ാം തീയതി ഫുള്ളായിട്ട് താഴേക്ക് തന്നെയായിരുന്നു. അവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇവിടെ 68 പോയിൻ്റേ ഉള്ളൂ. സോ ഇവിടെ ഈ 15-ാം തീയതി ഫുള്ളി ബുള്ളിഷായിരുന്നു, നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല. 12-ാം തീയതി സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 80 പോയിൻ്റ് അടുത്ത് കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സോ ഓൾമോസ്റ്റ് നമ്മുടെ T3 ടാർഗറ്റ് ലെവൽ 3യും കഴിഞ്ഞ് ഒരുപാട് മുകളിലേക്ക് നമുക്ക് പോയായിരുന്നു. ഞങ്ങൾക്കത് ഹോൾഡ് ചെയ്യുന്ന അത്രയും 108 പോയിൻ്റാണ് ടാർഗറ്റ് സൈഡിൽ നമുക്ക് കിട്ടിയത്. അതേപോലെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 16 പോയിൻറ്റ്. സോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം എത്രത്തോളം ആ ഒരു ഇത് 1:5 അടുത്തെങ്കിലും നമുക്ക് ആ ഒരു ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. സോ അത്രയും നേരം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു 1:5 ഫുള്ളായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. സോ 1:5. സോ ഇതിലായിട്ട് നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് പോലും ഹിറ്റായിട്ടില്ല. കിട്ടിയ ടാർഗറ്റ് എല്ലാം മിനിമം 1:2, 1:3 ആ ഒരു ലെവൽസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 11-ാം തീയതി 70 പോയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഈ 75 അല്ലെങ്കിൽ 80 പോയിൻറ്റ് അത് നിങ്ങളുടെ ഒരു റിസ്ക്കാണ്, നിങ്ങൾക്കത് എടുക്കണോ വേണ്ടേ എന്നുള്ളത്. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 80 പോയിൻറ്റ് തന്നെയാണ്. ബട്ട് 75 പോയിൻറ്റ് നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്കത് കുഴപ്പമില്ലെന്ന് തോന്നിയാണെങ്കിൽ ട്രേഡ് ചെയ്യാം. ബട്ട് കുറച്ച് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം ഈ ഒരു 69 പോയിൻറ്റ്സിൽ നമുക്ക് എൻട്രി ചെയ്താൽ അത് നല്ലതായിരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, നമ്മളിവിടെ 69 പോയിൻറ്റ്സിൽ എൻട്രി ചെയ്തപ്പോഴും നമുക്ക് 1:1 അടുത്ത് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ബട്ട് റെക്കമെൻഡ് ചെയ്യത്തില്ല, നിങ്ങൾക്ക് താല്പര്യം വേണ്ടി ചെയ്യാം. സോ ഇത് നമ്മൾ നോ ട്രേഡായിട്ടാണ് നോക്കുന്നത്. പത്താം തീയതി ഇവിടെ നമുക്ക് 106 പോയിൻറ്റിൻ്റെ ഫോളാണ് ഉള്ളത്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഇതിൽ ജസ്റ്റ് വിക്ക് ഒന്ന് ടച്ച് ചെയ്ത് ദെൻ അഗെയിൻ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. സോ ആ ഒരു പോയിന്റിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ 37 1:2 അടുത്ത് 1:1.5
1.5 ടാർഗറ്റ് നിങ്ങൾക്ക് കിട്ടും. സോ ഇവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല, ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം. ഇവിടെ എൻട്രി ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം ഈ ഒരു റേഞ്ചിലേക്ക്, ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു റേഞ്ച് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോയി, അപ്പോൾ ആ റേഞ്ച് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് നമുക്ക് ഇവിടെ കിട്ടി, നമ്മളിവിടെ എൻട്രി ചെയ്തു, ഈ ഒരു ലെവലിൽ എൻട്രി ചെയ്തു. ഇവിടെ നമ്മുടെ ഒരു T1 അച്ചീവ് ആയില്ല, ആ ഒരു ദിവസം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സോ നമ്മുടെ ഈ ഒരു മെത്തേഡ് നോക്കിയിട്ട് ആദ്യമാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നത്. യെസ് ഇതാണ്. സോ ഇത്രയും നോക്കിയതിൽ 1 2 3 4 5 6 7 8 8 9. സോ ഇത്രയും നമ്മൾ നോക്കിയതിൽ SL ഒരു തവണ മാത്രമാണ് ഹിറ്റായത്. ബാക്കി കുറേ ദിവസം നോ ട്രേഡ് വന്നിരുന്നു. ബട്ട് ടാർഗറ്റ് കിട്ടിയ സമയത്തെല്ലാം മിനിമം 1:3 എങ്കിലും നമുക്ക് ടാർഗറ്റ് കിട്ടുന്നുണ്ട്, ഒരു ആവറേജ് ടാർഗറ്റ്. സോ ഈ ഒരു സ്ട്രാറ്റജി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ബൈയിങ് സൈഡിലാണ് നമ്മൾ നോക്കേണ്ടത്. 5 മിനിറ്റിൻ്റെ ഗ്രാഫാണ് നോക്കേണ്ടത്. 80 പോയിൻറ്റ്സിൻ്റെ ഫോളിന് ശേഷം നമ്മൾ പറയുന്ന ഈ ലെവൽസ് ക്രോസ് ചെയ്യുകയാണ് എങ്കിൽ ഒരു ട്രേഡ് എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഡിഫൈൻഡ് ആണ്, ടാർഗറ്റ് ഡിഫൈൻഡ് ആണ്. സോ വളരെ ഈസി ആയിട്ട് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഈ ഒരു ട്രേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതേപോലെ തന്നെ മറ്റൊരു സ്ട്രാറ്റജി, ബാങ്ക് നിഫ്റ്റിയെ കുറിച്ചുള്ള സ്ട്രാറ്റജി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും കാണുക. സോ ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ സപ്പോർട്ട്. ആ ഒരു സപ്പോർട്ടിൻ്റെയും മാത്രമാണ് നമുക്ക് ഇതേപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.